നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. നമ്മൾ എന്നത്തെയും പോലെ വനയാത്രയിലാണ്. പക്ഷേ ഇന്നൊരു പ്രത്യേകിച്ച് ഒരു സ്റ്റോറി എടുക്കാനായിട്ട് വന്നതാണ്. വനവും വന്യജീവിയും ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടും കേട്ടും ഇരിക്കുന്നൊരു സംഭവമല്ല. അപൂർവമായി ഞങ്ങളെപ്പോലുള്ളവർ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇന്ന് ഞാൻ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് ചോഴിയക്കോട് വനപ്രദേശം. അപ്പോൾ ചോഴിയക്കോട് മിൽപ്പാലത്തിലാണ്. ഞാനൊരു ശശിധരൻ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. ചേട്ടൻ 55 വർഷമായി ഇവിടെ വന്ന് പാലോട് നിന്ന് വിവാഹം കഴിച്ച് താമസിക്കുകയാണ്. വനത്തിനെ പറ്റി ഒരുപാട് കാര്യം അറിയാം. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ആ ചേട്ടനോട് ചോദിച്ചാൽ, ആ ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ വനയാത്രയിൽ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മൾ വന്നിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്കാണ്, അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ കാട്ടിൽ പോകുമ്പോഴേ ഇവിടെ വനഭൂമികൾ ശേഖരിക്കാനും ഫോറസ്റ്റ് വാങ്ങിക്കാൻ പോകുമായിരുന്നല്ലോ. അപ്പൊ ഈ പോകുമ്പം നമ്മൾ ആനകളെ കാണുന്നു, അല്ല കരടിയെ കാണുന്നു, കടുവയെ കാണുന്നു, പുലിയെ കാണുന്നു. അപ്പൊ നമ്മൾ ആ അന്നേരത്തെ ഉള്ള ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ളൊരു, എങ്ങനെയാണത് ഈ രക്ഷപ്പെടണമെന്ന് പറയുമ്പോഴത്തേക്ക് ആനയെ കാണണം എന്ന് പറയുമ്പോ ഇങ്ങനെ നല്ല ഈ ഇന്നും തേരിയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ രക്ഷപ്പെടാം. ആന കുന്ന് ഓടി കയറത്തില്ല. ഇല്ല. പക്ഷെ നമ്മൾ പിന്നെ കുന്നിന്റെ ആന ആളുമായിട്ട് കുന്നിന്റെ മണ്ടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നെ താഴോട്ടാണ് ഇന്നെ ഓട്ടമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ പറ്റുവാൻ ആന പിടിച്ചിരിക്കും. ആന പിടിക്കണമെന്നാ പിടിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു 1/2 കിലോമീറ്റർ താഴോട്ട് ഓടിയിട്ട് അതേപോലെ നമ്മൾ മുകളിലോട്ട് പേരാണെന്നുണ്ടെങ്കിൽ എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ആനക്ക് ഈ താഴോട്ടുള്ള ഓട്ടം എളുപ്പമാണ്. അതിന് നല്ല എളുപ്പമാണ്. പക്ഷെ ഇങ്ങനെ താഴോട്ട് അതേ സ്പീഡിന് മുകളിലോട്ട് വരത്തില്ല. ഈ പുലി വല്ലതും ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ടോ? കരടി കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ശല്യമില്ല. പക്ഷെ ശല്യമുണ്ട്. 2 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ശല്യം ചെയ്തില്ല. ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഈ പുലിയും കടുവയും എല്ലാം അറ്റാക്ക് ചെയ്യുന്നത്. ഒരാളെ ചെന്ന് ഇവരെ കണ്ണു മുമ്പ് പെട്ടുപോയി ആക്രമിക്കും. നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആന എന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, നമ്മൾ ആന ഒരു പ്രാവശ്യം എറിഞ്ഞു, അല്ലെങ്കിൽ ആനയെ ഉപദ്രവിക്കുകയും ചെയ്താൽ ഈ ആന അത് മനസ്സിലിങ്ങനെ വെച്ച് സൂക്ഷിച്ച് തിരിച്ചാക്രമിക്കുക. അത് ഉറപ്പാണോ? അത് ഉറപ്പാണ്. പോലെയുള്ള ഒരു കേൾക്കാനും കാണാനും പിന്നെ കഴിവുള്ളതാണ്. പിന്നെ ഈ ആന എന്ന് പറഞ്ഞ ജീവിനെന്ന് പറയുമ്പോ നമ്മൾ നോവിച്ചുകൂടാ. ബുദ്ധിശക്തി കൂടുതലാണ് അവർക്ക്. പക്ഷെ അതിനെ വാ വെച്ച് നോവിക്കാൻ പറ്റത്തില്ല. നമ്മൾ വാ വെച്ച് നോവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇതിനെ സ്വരാകും. ആനയെ വഴക്ക് പറഞ്ഞാല് ആന അത് തിരിച്ച് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കും അല്ലെ? അതിനെ സൂക്ഷിച്ചിരിക്കും. നമ്മളെ സൗണ്ട് കാട്ടിൽ വെച്ച് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാലും അത് അവിടെ എത്തിയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്യാസ് അവർക്ക് തന്നെ അറിയാം. നമ്മളെ കല്ലെറിഞ്ഞ ആന കല്ല് മണപ്പിച്ച് വെച്ചിട്ട് ആ കല്ല് തുമ്പിക്കേൽ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് അത് ഒരുപാട് ആളെ സൂക്ഷിച്ചു വെക്കും, അല്ലെങ്കിൽ ആ മണം പിടിച്ചിട്ട് ആ ആളെ തന്നെ പിന്നീട് അറ്റാക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? അല്ല, അങ്ങനെ കല്ലെടുക്കത്തില്ല. നമ്മളെ ഗ്യാസ് അവർക്ക് നന്നറിയാം. അതിൽ നിന്ന് മണം പിടിച്ച് വെച്ചിരിക്കും. എത്ര നാൾ കഴിഞ്ഞാലും അങ്ങനെ നമ്മൾ ആ വർഷം നമ്മൾ ഈ വർഷം നോക്കിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വന്നാലും അതിന്റെ പിറ്റേ വർഷം വന്നാലും നമ്മൾ കയറി പോകുന്നുണ്ടെങ്കിൽ കൊണ്ടും മണോ നമ്മുടെ ശബ്ദത്തിന്റെ ആ ഒരു ഇത് അത് എപ്പോഴും എന്റെ ഇതിൽ കാണും. അത് ഒരു 10 പേരാണെങ്കിലും 10 പേരും 10 രീതി ആന ശ്രമിച്ചു വെച്ചിരിക്കും. അത് നോവിച്ചിരിക്കും. അത് നോവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അത് കൂടെ പറ്റിയിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വല്ല കുന്ന തേരിയോ അങ്ങനെ കൊണ്ടെങ്കിൽ രക്ഷപ്പെടാക്കൂല. അത്രേ ഉള്ളൂ. ഈ ആനയുടെ ഒരു പൊതുവായ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഈ ആന നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ആന ശരിക്കും ആരും ഉപദ്രവിക്കാനൊന്നുമല്ല. ഇപ്പം ചക്ക സീസണാണ്, പക്ഷെ ആന ആഹാരം കഴിക്കാനാണ് വരുന്നത്. പക്ഷെ കഴിക്കാൻ വരുന്ന ആനയെ നമ്മൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അത് പ്രകോപിതരാവുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇവിടെ നാട്ടിൽ ഇറങ്ങി ഏതെങ്കിലും ആന ആരെ എന്തെങ്കിലും ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ നാട്ടിൻ പുറത്തിറങ്ങി അങ്ങനെ ചെയ്തിട്ടില്ല. വരും, ഇവിടെ വന്നു പോകും. അവര് വരും. നാട്ടിൽ അവർക്ക് മേയാനുള്ള ആഹാരമൊന്നും ഇല്ല. അപ്പൊ ഈ ആത്തിന്റെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതിന് അവര് വരും, നുള്ളിപ്പറിച്ച് തിന്നും. പിന്നെന്ന് പറഞ്ഞാൽ ഒരു 2 എണ്ണം ഭയങ്കര ശല്യമുണ്ട്. ശല്യം എന്ന് പറയുമ്പോ അത് ആൾക്കാരെ കൂടെ പറ്റും. എന്നുവെച്ചാൽ അതിന്റെ ഒരു കൊമ്പനും ഉണ്ട്, ഇതൊരു കൊച്ചു കുട്ടിയുണ്ട്, അല്ലാതെ ഒരെണ്ണമുണ്ട്. മഴക്കാലാകുമ്പോഴത്തേക്കാണ് ഭയങ്കര ശല്യം. ഈ ആനകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വനത്തിന് തീറ്റ ഇല്ലാത്തതുകൊണ്ടാണോ ഈ വന്യമൃഗങ്ങൾ, ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ നമ്മുടെ ഈ ജനവാസ മേഖലയിലേക്ക് വരുന്നത്? തന്നെ ആണല്ലേ? എന്തുകൊണ്ട് ഈ വനത്തിന് തീറ്റ ഇല്ലാതാവുന്നെന്ന് പറഞ്ഞാൽ ഈ കാട് വെട്ടി വെളുപ്പിക്കുന്നുണ്ട്. അവർക്ക് കാട്ടിൽ മേയാനുള്ള ആഹാരമില്ല. ഈ അക്വേഷ്യയും മലവേപ്പും യൂക്കാലിയും ഈ തേക്കും ഒക്കെ ഇടുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? അവരെ ആഹാരം എന്ന് പറഞ്ഞാൽ ഈറ, ഇതിന്റെ പ്ലാച്ചിവള്ളി, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അതായത് നമ്മള് ഈ വനത്തില് ഈ വനവൽക്കരണം എന്ന് പറഞ്ഞാൽ ഓരോ വനങ്ങൾ വെച്ചുപിടിക്കുമ്പോഴും നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഓരോ കമ്പനി എടുക്കല്ലേ, കോൺട്രാക്ട് കൊടുത്തുന്നു വേപ്പും അതൊക്കെ വെച്ചുപിടിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ ജലക്ഷാമം ഉണ്ടാവുന്നു. യൂക്കാലി നിൽക്കുന്നിടത്ത് ആനകൾക്കൊന്നും തിന്നാനില്ല, അക്വേഷ്യ ഉള്ളിടത്തില്ല, അപ്പൊ മലവേപ്പുള്ളിടത്തില്ല. അപ്പൊ ആനകള്
അത് ഇല്ലാത്തത് കാരണം ആനകൾ ഇങ്ങനെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി വീടുകളിലും വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങൾ തേടിയെത്തും. അവർ പിന്നെ വീട്ടിൽ കയറി അവർ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് ചെയ്യിക്കുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് എടുക്കാൻ വരും. അവർക്ക് ഈ കാട്ടിൽ അവർക്ക് ആഹാരം ഇല്ലാത്തതുകൊണ്ട് നാട്ടിൻ പുറത്ത് ഇറങ്ങിയുള്ള ശല്യം. വന്യമൃഗങ്ങൾക്കെല്ലാം ഒരു സംഭവം അത് തന്നെ, ആഹാരമില്ല. അതുകൊണ്ട് ആനയായാലും കടുവയായാലും കാട്ടുപോത്തായാലും എല്ലാം നാട്ടിൻ പുറത്ത്. കരടി ശല്യം ഉണ്ടോ ഇവിടെ? കരടി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നാലും അതിന്റെ നാട്ടിൻ പുറത്തോട്ട് വലിയ ശല്യമില്ല. വനത്തിൽ തേൻ ഉണ്ടായത് കൊണ്ട് അത് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ? ഇല്ല. ചേട്ടൻ കരടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ ഓടിയിട്ടുമുണ്ട്. അന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. വനത്തിലെ ജോലിക്ക് പോകുമായിരുന്നല്ലേ? ഞങ്ങൾ ഇതേപോലെ ഒരു ദിവസം പണി നാട്ടിൻപുറത്ത് പണി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നാഴികയ്ക്ക് വേണ്ടി കുന്തിരിക്കോ തേനോ അല്ല അങ്ങനെ കിടക്കാൻ പോവോ? ഇതിന് തേൻ നോക്കി പോയതാണ്. തേൻ നോക്കി ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി നോക്കിയപ്പോഴും ഇത് എടുത്ത് തിന്നുന്നു. അങ്ങനെ തന്നെ ഒന്ന് എന്നെ കണ്ട് എന്റെ കൂടെ ഓടിച്ച് അങ്ങനെ ഞാൻ ഓടി. അപകടമൊന്നും പറ്റിയില്ല? ഇല്ല. അപ്പൊ ഈ വനത്തിന് നമ്മള് പെട്ടുപോകുന്നതാണ്. മൃഗങ്ങൾ നമ്മുടെ മുമ്പിൽ പെടുന്നതല്ലേ നമ്മള് അവിടെ മുന്നിൽ പെടുന്നത്, അല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ പോകുന്നതല്ല, പേടിച്ചിട്ട് ചെയ്യുന്നതാ. ആനയായാലും കരടിയായാലും കാട്ടുപോത്തായാലും എല്ലാം ഏത് മൃഗമായിരുന്നാലും അവര് രണ്ടു ഘട്ടമുള്ള പണിക്ക് വരും. നമ്മൾ രണ്ടു ഘട്ടയിലാണ് നമ്മൾ ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഇതിന് ദേഹം തേനച്ചല്ല പോകുന്നതല്ല. അനുഭവം അങ്ങനെയാണ്. നമ്മള് പെട്ടെന്ന് ആനയുടെ മുൻപിടുന്ന ആന തന്നെ പേടിക്കുന്നപ്പോ നമ്മളും പേടിക്കുന്നു, ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു, നമുക്ക് അപകടം സംഭവിക്കുന്നു. അല്ലെങ്കിൽ ചില ആനകൾ പെട്ടെന്ന് തിരിഞ്ഞങ്ങ് പോകും, ചിലത് ഉപദ്രവിക്കത്തില്ല. അത് ഒന്നും നമ്മളങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നമ്മള് ചെന്നതിന്റെ മുമ്പ് അകപ്പെട്ടു പോയിട്ട് നമ്മൾ പേടിച്ച് നമ്മൾ ഓടും. അത് കാട്ടാണേലും ഇതിന് ചില സ്വഭാവങ്ങൾ ഉള്ളതുണ്ട്. അത് നമ്മളെ കൂടെ പറ്റും. ചിലത് എപ്പോഴും ആളുകളെ കണ്ട ഓടിക്കുന്ന ഒരു സ്വഭാവം, ആക്രമിക്കുകയും ചെയ്യും. ഈ ആനയുടെ ഒരു സ്വഭാവം വെച്ചിട്ടെ ഒരാളെ എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചാലേ, കൊല്ലണം എന്ന് വെച്ചാലേ ആന കൊന്നിരിക്കുമല്ലോ. ആന കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് ഒരു വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഒരു ചെവറ് മുമ്പോട്ട് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കൊലവിളി എന്ന് പറയുന്നില്ലേ? ഒരു ചെവറ് പോലെ പിന്നെ നമ്മൾ മുമ്പോട്ട് വെക്കത്തില്ല. നമ്മൾ സ്റ്റക്കായി നിൽക്കും. അങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത്. അവിടെ നിന്നേ പറ്റത്തുള്ളൂ നമ്മൾ. പിന്നെ അതിലൊന്നും ഒരു ഭയം, ഉള്ളില് ഒരു ഭയം തോന്നാതെ നമുക്ക് രക്ഷപ്പെടണമെന്ന് മനസ്സുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ആനയുടെ ഒരു കലി എന്ന് പറഞ്ഞാൽ ഭയങ്കര കലിയാണ്. സംശയം തരി. അതിന് പിന്നെ മുമ്പോട്ടും പുറക്കോട്ടും നോട്ടമില്ലല്ലോ. നോട്ടമൊന്നുമില്ല. അത് പിന്നെ ചെയ്യുമെന്ന് വെച്ചാൽ അത് പിന്നെ ചെയ്യാനേ. ശരി. നമ്മൾ ഈ ചോഴിക്കോട് എന്ന് പറയുന്ന ഒരു വലിയ വനമേഖലയാണ്. കുളത്തൂപ്പുഴ റേഞ്ചിൽ വരുന്ന ഭാഗമാണ്. അത് ഒരുപാട് കാലമായിട്ട് വന്യമൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ആനയും കാട്ടുപോത്തും വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ചേട്ടാ 55 വർഷമായിട്ട് ഇവിടെ താമസിക്കുമ്പോൾ അതിന്റെ അനുഭവം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഈ വനത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കംപ്ലീറ്റ് വലിയ അപകടം ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ. ഇല്ല. അപ്പൊ ഈ വനസംരക്ഷണമാണ് പ്രധാന ഘടകം. അതെ. വനത്തിൽ ഇതിന് കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഈ വനത്തിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ നമ്മൾ വനപ്രദേശമാകുമ്പോൾ വന്യമൃഗങ്ങൾ വരുന്ന ഭാഗമായിരിക്കും. എങ്കിലും നമുക്ക് നമ്മുടേതായ സേഫ്റ്റി വേണം, അവർക്കും വേണം. അതെ. തീറ്റ ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാ മൃഗങ്ങളും ഇങ്ങോട്ട് വരുന്നത്. ഈ വനവാസിയായ ശശീരൻ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ വന്യമൃഗങ്ങൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു? ഇപ്പൊ നല്ല കടുത്ത ചൂടാണ്, വേനൽ സഹിക്കാൻ വയ്യ, മനുഷ്യന് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നമ്മൾ തന്നെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ നെട്ടോട്ട് ഓടുമ്പോൾ വന്യമൃഗങ്ങൾക്ക് വെള്ളമില്ല. അപ്പോൾ ഈ ആറ്റുതീരത്തൊക്കെ വന്നാൽ കുറച്ച് വെള്ളം കിട്ടും. ജലക്ഷാമം രൂക്ഷമാണ്. തോടും അതുപോലെ തന്നെ ആറും എല്ലാം വറ്റി വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ നിൽക്കുന്നത് ചോഴിക്കോട് ആറിന്റെ കരയ്ക്കാണ്. മിൽപ്പാലം എന്ന് പറയുന്ന പ്രശസ്തമായ സ്ഥലമാണ്. പക്ഷെ ഇവിടെയും വളരെ നീരൊഴുക്ക് കുറവാണ്. അപ്പോൾ ആൾക്കാർ കുളിക്കാനും ഒക്കെ വരുന്നുണ്ട്. വെള്ളം തേടി വന്യമൃഗങ്ങളും വരുന്നുണ്ട്, വെള്ളം തേടി ആളുകളും വരുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് രാത്രിയായാൽ ആനകളുടെയും കാട്ടുപോത്തിന്റെയും മറ്റു വന്യമൃഗങ്ങളുടെയും ഒക്കെ ഒരു സഞ്ചാരപാതയാണ്. അതാണ് ചേട്ടൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ജീവിക്കാൻ ദുസ്സഹമായ അവസ്ഥയെ നമ്മൾ പറയുമ്പോഴും വന്യമൃഗങ്ങൾക്ക് ജീവിക്കണം. വനത്തിൽ അതിനാവശ്യമുള്ള സംവിധാനമില്ല. വനം വകുപ്പ് തന്നെ അത് നേരിട്ട് സംവിധാനം ഒരുക്കിയേ പറ്റൂ. പല സംസ്ഥാന കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനുവേണ്ടി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കങ്ങനെ സംവിധാനം വലുതായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇനിയും ഇതുപോലെയുള്ള വനയാത്രകളുടെ കാഴ്ചകളുമായി വീണ്ടും എത്താം.